തൃശൂർ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കിന് നേരിയ ആശ്വാസം. ചാലക്കുടിയിലാണ് ഇന്നലെ രാത്രി മുതൽ കിലോമീറ്ററുകളോളം ഗതാഗതക്കുരുക്കുണ്ടായത്. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി. അമൽ, നേരിയ ആശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും പുതിയ അവസ്ഥ എങ്ങനെയാണ്? അനുജ, ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷമാണ് ഈ ഒരു ഗതാഗത കുരുക്ക് പ്രത്യക്ഷമാവാൻ തുടങ്ങിയത്. അപ്പോഴെല്ലാം നാട്ടുകാർ കരുതിയിരുന്ന സാധാരണഗതിയിൽ ഈ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഉണ്ടാകാറുള്ള ഒരു ഗതാഗത കുരുക്ക് മാത്രമായിരിക്കും ഇതെന്നായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഇത്രയധികം സമയം കഴിഞ്ഞിട്ടും ഗതാഗത കുരുക്ക് നീളുമ്പോഴാണ് ആളുകൾക്ക് ആശങ്കയായത്. ഇപ്പോൾ ചെറിയ നേരിയ രീതിയിലുള്ള ഒരു ശമനം ഉണ്ടാകുന്നുണ്ട്. വാഹനങ്ങൾ ഇടവിട്ട് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇന്നലെ കൂടുതലായിട്ടും ചരക്ക് ലോറികളാണ്, വലിയ വാഹനങ്ങളാണ് കൂടുതലായിട്ടും ഈ ദേശീയപാതയിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാവുന്നതാണ്, കോടതിയിലടക്കം ഈ ഒരു കേസ് ഇപ്പോൾ നിലനിൽക്കുന്നതാണ്. പാലിയേക്കര ടോളിന്റെ പിരിവുമായി ബന്ധപ്പെട്ട് 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെക്കുന്ന ഒരു സമീപനമൊക്കെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ ദേശീയപാതകളിൽ യാത്രക്കാർക്ക് ഇത്തരത്തിലുള്ള ദുരിതം, ക്ലേശം അവസാനിക്കുന്നില്ല. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നതാണ് അങ്ങേയറ്റം ദാരുണമായൊരു കാര്യം. ഈ ഒരു കാര്യത്തിന് പ്രധാനപ്പെട്ടമായൊരു ഇപ്പോഴത്തെ ഈ ഒരു കുരുക്കിന് വലിയൊരു കാരണമായി നിലനിൽക്കുന്ന അടിപ്പാതകളുടെ നിർമ്മാണവും അതോടൊപ്പം തന്നെ സർവീസ് റോഡുകളുടെ അറ്റകുറ്റപ്പണി വേണ്ട വിധം നടക്കാത്തതും ശാസ്ത്രീയമല്ലാത്തതുമാണ് ഇപ്പോഴത്തെ ഈ ഒരു ബ്ലോക്കിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ഇന്നലെ രാത്രിയാണ് മുരിങ്ങൂരിൽ സർവീസ് റോഡിലെ കുഴിയിൽ വീണ ഒരു തടി ലോറി മറിയുകയും തടി വഴിയിലാകെ ചിതറിക്കിടക്കുന്ന സാഹചര്യവും അതേ തുടർന്ന് അവിടെ വലിയൊരു യാത്രാക്ലേശം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ആ ഒരു കാര്യം മാറിയതിന് ശേഷം കുറച്ചു കഴിഞ്ഞ് ദേശീയപാതയിൽ തന്നെ വലിയ രീതിയിലുള്ള കുരുക്ക് രൂപപ്പെടുകയായിരുന്നു. ഇപ്പോൾ ചാലക്കുടി പട്ടണത്തിലേക്ക് കടക്കുവാൻ തന്നെ വാഹനങ്ങൾക്ക് വളരെയേറെ പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ ചെറിയ രീതിയിലുള്ള വാഹനങ്ങൾ പോകുന്നുണ്ട്, ഇടവിട്ടാണെങ്കിലും പോകുന്നുണ്ട്. രാവിലെയെല്ലാം വളരെ മണിക്കൂറുകളോളം നീണ്ട ക്യൂ ആയിരുന്നു. ഒട്ടും തന്നെ വാഹനങ്ങൾ വഴിയിൽ ചലിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു കാര്യത്തിൽ ശക്തമായ ഇടപെടലാണ് നാഷണൽ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് എന്നാണ് ജനപ്രതിനിധികൾക്കും ജനങ്ങൾക്കും പറയാനുള്ളത്. പ്രത്യേകിച്ചും എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യാത്ര എത്രമാത്രം വൈകും, എത്രമാത്രം ക്ലേശമാകും എന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ചും ആംബുലൻസ് അടക്കമുള്ളവ ഈ ഒരു കുരുക്കിൽ പെട്ട് കിടപ്പുണ്ട്. അനുജ, അതാണ് നിലവിൽ ഏറ്റവും പുതിയ വിവരം വരുന്നത്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് നേരിയ ആശ്വാസം എന്നുള്ളതാണ്. ചെറിയ രീതിയിൽ വാഹനങ്ങൾ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ ചാലക്കുടിയിൽ തുടങ്ങിയ ഗതാഗത സ്തംഭനമാണത്. കിലോമീറ്ററുകളോളം നീളുന്ന തരത്തിലാണ്. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. പക്ഷേ വാഹനങ്ങൾ നീങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.